നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തക പഠനം എന്ന പരമ്പരയുടെ 3-ാം ഭാഗമാണിത്. 1-ാം ഭാഗത്തിൽ വെളിപ്പാട് പുസ്തകം വായിച്ചു മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണെന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നൽകിയിരിക്കുന്ന സൂചനയെ വിശദീകരിച്ചു. ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ എന്ന് ദൈവാത്മാവ് പറഞ്ഞിട്ട് ഗ്രഹിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവാത്മാവ് പറയുമോ? ഇല്ല, അത് ദൈവ സ്വഭാവമല്ല. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം വായിച്ച് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകം തന്നെയാണ്. 2-ാം ഭാഗത്തിൽ വെളിപ്പാട് പുസ്തകത്തിലെ ആശയവിനിമയ രീതി എങ്ങനെയുള്ളതാണെന്നായിരുന്നു വിവരിച്ചത്. പഴയ നിയമ പ്രവചനങ്ങളിൽ എന്ന പോലെ വെളിപ്പാട് പുസ്തകത്തിലും കടങ്കഥകളിൽ എന്ന പോലെ അർത്ഥം മറച്ചു വെച്ചുകൊണ്ടാണ് അതാത് ദർശനങ്ങളിലൂടെ വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയിച്ചിട്ടുള്ളത്. പ്രതീകങ്ങൾ ഉപയോഗിച്ച് നിഗൂഢ സത്യങ്ങൾ അവതരിപ്പിക്കുന്ന സാഹിത്യ ശൈലിയാണ് ഈ ഗ്രന്ഥത്തിൽ പൊതുവെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന POC തർജ്ജമയിലെ വെളിപ്പാടിനുള്ള ആമുഖത്തിലെ പ്രസ്താവന ശ്രദ്ധേയമാണ്, സത്യവുമാണ്. ആകയാൽ വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങളെ അക്ഷരികമായിട്ടല്ല വ്യാഖ്യാനിക്കേണ്ടത്. പൊൻ വിളക്ക് തണ്ടുകൾ സ്ഥലം സഭകളുടെ പ്രതീകമാകൊണ്ട് 7 പൊൻ വിളക്ക് തണ്ടുകൾ 7 സ്ഥലങ്ങളിലെ സഭകളായും 7 നക്ഷത്രങ്ങളെ അവയുടെ 7 ദൂതന്മാരായും കർത്താവ് വ്യാഖ്യാനിച്ച് തന്നിരിക്കുന്നത് തുടർന്നുള്ള വ്യാഖ്യാനങ്ങൾക്ക് വഴികാട്ടി ആയിട്ടാണ്. ആകയാൽ അതിനനുസൃതമായിട്ടാണ് വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങളെ നാം സമീപിക്കേണ്ടത്. വെളിപ്പാട് പുസ്തകം എപ്പോൾ എഴുതപ്പെട്ടു എന്ന വിഷയത്തിലേക്ക് വേണം ഇനി പോകുവാൻ എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതിന് അനുസൃതമായി ഞാൻ ഇനി വെളിപ്പാട് പുസ്തകം എപ്പോൾ എഴുതപ്പെട്ടു എന്ന വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഏതൊരു പുസ്തകവും എഴുതിയ ഒരു സമയം ഉണ്ട്. വെളിപ്പാട് പുസ്തകത്തിന് അതുണ്ട്. പ്രവചനങ്ങളും പ്രവചനങ്ങളല്ലാത്ത വചനങ്ങളും വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. പ്രവചനങ്ങളല്ലാത്ത വചനങ്ങൾ മനസ്സിലാക്കുന്നതിന് പുസ്തകം എഴുതിയ സമയം അറിഞ്ഞിരിക്കണമെന്ന് ഇല്ല. എന്നാൽ പ്രവചനങ്ങളെ മനസ്സിലാക്കുവാൻ അത് എഴുതിയ സമയം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതിൻ്റെ ആവശ്യകതയെ ഇപ്രകാരം വിവരിക്കാം. പ്രവചനം ഉണ്ടായ സമയത്തിനും നാം പ്രവചനം വായിക്കുന്ന സമയത്തിനും ഇടയ്ക്ക് അത് നിറവേറി എന്ന് വിചാരിക്കുക. അതേസമയം പ്രവചനം ഉണ്ടായത് അത് നിറവേറിയതിന് ശേഷമാണ് എന്ന ഒരു തെറ്റിദ്ധാരണയും ഉണ്ട് എന്നും വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നിറവേറിയ സംഭവം നിറവേറിയതാണെന്ന് വിലയിരുത്തുവാനുള്ള സാധ്യത വിരളമാണ്. പകരം അത് ഭാവിയിൽ നിറവേറുവാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പ്രതീക്ഷിച്ചിരിക്കുവാനാണ് സാധ്യതയുള്ളത്. ഇതാണ് വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ സംഭവിച്ചിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം എപ്പോൾ എഴുതപ്പെട്ടു? ഇത് സംബന്ധിച്ച് പൊതുവെ 2 വീക്ഷണങ്ങളാണ് ഉള്ളത്. ഒന്ന്, വൈകി എഴുതി എന്ന വീക്ഷണം, ലേറ്റ് ഡേറ്റ്, അതായത് യെരുശലേമിൻ്റെ നാശത്തിന് പിൻപായി ഏകദേശം AD 95 എഴുതി എന്നതാണ് ആ വീക്ഷണം. 2, നേരത്തെ എഴുതി എന്ന വീക്ഷണം, ഏർലി ഡേറ്റ്, യെരുശലേമിൻ്റെ നാശത്തിന് മുമ്പായി ഏകദേശം AD 65-66 എഴുതി എന്ന വീക്ഷണം. ഈ 2 വീക്ഷണങ്ങൾക്കും അനുസൃതമായി വെളിപ്പാട് പുസ്തകത്തിലെ പ്രവചനങ്ങളെ വ്യാഖ്യാനിക്കുന്നതിൽ സാരമായ വ്യത്യാസം വരുന്നുണ്ട്. നേരത്തെ എഴുതി എന്ന വീക്ഷണപ്രകാരം നോക്കുമ്പോൾ വെളിപ്പാടിലെ പ്രവചനങ്ങളിൽ ബഹുഭൂരിപക്ഷവും യെരുശലേമിന്റെ നാശത്തിങ്കൽ നിറവേറിയിരിക്കുന്നതായിട്ട് കാണപ്പെടും. ഈ വീക്ഷണത്തെയാണ് പ്രിറ്ററിസം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്നാൽ വൈകി ഏകദേശം AD 95 എഴുതി എന്ന വീക്ഷണപ്രകാരം നോക്കുമ്പോൾ വെളിപ്പാടിലെ പ്രവചനങ്ങൾ കഴിഞ്ഞ കാലത്ത് നിറവേറിയിട്ടില്ല എന്നേ കണക്കാക്കുവാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എല്ലാം ഭാവിയിൽ നിറവേറും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നു. ഈ വീക്ഷണത്തെയാണ് ഫ്യൂച്ചറിസം എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത്. എന്നാൽ ഇതിൽ ഏതാണ് സത്യം? ഏതെങ്കിലും ഒന്നേ സത്യമായിരിക്കുള്ളൂ എന്ന് നമുക്കറിയാം. കാരണം ഒരൊറ്റ പ്രാവശ്യമേ വെളിപ്പാട് പുസ്തകം എഴുതിയിട്ടുള്ളൂ. എന്നാൽ അതെപ്പോഴാണ്? യെരുശലേമിൻ്റെയും ദൈവാലയത്തിൻ്റെയും നാശത്തിന് മുമ്പായി എഴുതപ്പെട്ടുവോ അതോ വൈകി യെരുശലേമിൻ്റെയും ദൈവാലയത്തിൻ്റെയും നാശത്തിന് പിൻപായി എഴുതപ്പെട്ടുവോ? ഇനി സമയനിർണയത്തിന് സഹായകരമായ 2 തരം തെളിവുകളെ കുറിച്ച് നോക്കാം. വെളിപ്പാട് പുസ്തകം എഴുതിയ സമയം നിർണയിക്കുവാൻ തെളിവുകളായി പരിഗണിക്കാവുന്ന രേഖകളെ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 2ആയി തരംതിരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, ആന്തരികമായ തെളിവുകൾ അഥവാ ഇന്റേണൽ എവിഡൻസസ്.
അവ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെ ലഭിക്കുന്നവയാണ്. ഇത്തരം തെളിവുകളുടെ പ്രത്യേകത അവ ദൈവവചനത്തിൻ്റെ ഭാഗം തന്നെ ആകയാൽ അവ ദൈവനിശ്വാസിതമാകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിന് തികഞ്ഞ ആധികാരികതയുണ്ട്, വിശ്വസനീയവുമാണ്. 2. ബാഹ്യമായ തെളിവുകൾ, എക്സ്റ്റേണൽ എവിഡൻസസ്. സമകാലികരോ അല്ലാത്തവരോ ആയ എഴുത്തുകാർ എഴുതിയിട്ടുള്ള ക്രൈസ്തവമോ അക്രൈസ്തവമോ ആയ സാഹിത്യങ്ങൾ ആകുന്നു ഇത്തരം അറിവുകളുടെ ഉറവിടം. ചരിത്ര പുസ്തകങ്ങൾ ഇത്തരം സാഹിത്യങ്ങൾക്കൊരു ഉദാഹരണമാണ്. ഇത്തരം തെളിവുകളുടെ പ്രത്യേകത അവ ദൈവനിശ്വാസിതമല്ല എന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൽ മാനുഷികമായ തെറ്റുകൾ ഉണ്ടായിരിക്കുവാൻ സാധ്യതയുണ്ട്. ആകയാൽ ആധികാരികത കുറവാണ്. അവ ആന്തരികമായ തെളിവുകളോട് നിരക്കുന്നതല്ല എങ്കിൽ തള്ളിക്കളയേണ്ടവയും ആണ്. വെളിപ്പാട് പുസ്തകം യെരുശലേമിന്റെ നാശത്തിന് പിമ്പായി എഴുതി എന്ന വീക്ഷണം ബാഹ്യമായ തെളിവുകളെ മാത്രം ആധാരമാക്കി നിലവിൽ വന്നിട്ടുള്ള അനുമാനമാണ്. ഒരിക്കൽ കൂടി പറയാം, ബാഹ്യമായ തെളിവുകളെ മാത്രം, ഓൺലി എക്സ്റ്റേണൽ എവിഡൻസസ്, അതിനെ ആധാരമാക്കി നിലവിൽ വന്നിട്ടുള്ള അനുമാനമാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം യെരുശലേമിന്റെ നാശത്തിന് മുമ്പായി എഴുതി എന്ന വീക്ഷണം ആന്തരികവും ബാഹ്യവുമായ തെളിവുകളെ ആധാരമാക്കി നിലവിൽ വന്നിട്ടുള്ള അനുമാനമാണ്. അതുകൊണ്ട് അതാണ് വിശ്വസനീയം. ബാഹ്യമായ തെളിവുകളുടെ വിശകലനം, എക്സാമിനേഷൻ ഓഫ് എക്സ്റ്റേണൽ എവിഡൻസസ്. ബാഹ്യമായ തെളിവുകളുടെ വിശകലനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ തെളിവുകൾ വിശ്വസനീയമാണോ അല്ലയോ എന്ന് പരിശോധിക്കുക എന്നതാണ്. വെളിപ്പാട് പുസ്തകം യെരുശലേമിന്റെ നാശത്തിന് മുമ്പായി എഴുതി എന്ന വീക്ഷണത്തിന് ആധാരമായിരിക്കുന്ന മൂലരേഖ ഐറേനിയസ് എന്ന ഒരു സഭാപിതാവിൻ്റെ എഴുത്താണ്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ ആദ്യം വായിക്കാം. We will not, however, incur the risk of pronouncing positively as to the name of Antichrist. For if it were necessary that his name should be distinctly revealed in this present time, it would have been announced by him who beheld the apocalyptic vision. For that was seen not very long time since, but almost in our day, towards the end of Domitian's reign. ഗ്രാൻഡ് ജെഫ്രി എന്ന അദ്ദേഹമാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത് 2001. ഈ ഇംഗ്ലീഷ് പരിഭാഷയുടെ മലയാളം പരിഭാഷ ഇപ്രകാരമാണ്: എതിർ ക്രിസ്തുവിൻ്റെ പേര് തുറന്നു പറയുന്നതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങൾ എടുക്കയില്ല. കാരണം ഈ കാലത്ത് തൻ്റെ പേര് വെളിപ്പെടുത്തുന്നത് ആവശ്യമായിരുന്നെങ്കിൽ വെളിപ്പാട് ദർശനം കണ്ട വ്യക്തി അത് വെളിപ്പെടുത്തുമായിരുന്നു. കാരണം അത് കണ്ടത് ഇന്നത്തെക്കാളും വളരെ അകലെയല്ല. ഏതാണ്ട് നമ്മുടെ നാളിൽ ഡൊമീഷ്യന്റെ ഭരണത്തിന്റെ അവസാനത്തിലായിരുന്നുവല്ലോ. ഡൊമീഷ്യന്റെ ഭരണകാലം AD 91 മുതൽ 96 വരെയുള്ള കാലയളവിലായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. അതുകൊണ്ട് ഐറേനിയസിനെ തർജ്ജമ ചെയ്തിരിക്കുന്നത് മുഖവിലക്കെടുത്താൽ വെളിപ്പാട് ദർശനം കണ്ടതും അത് എഴുതിയതുമായ കാലഘട്ടം തീർച്ചയായും AD 95-96 കാലയളവിലായിരിക്കണം എന്നേ വിലയിരുത്തുവാൻ കഴിയും. ഇത് മാത്രമാണ് വെളിപ്പാട് പുസ്തകം യെരുശലേമിലെ ദൈവാലയത്തിൻ്റെ നാശത്തിന് പിമ്പെഴുതി എന്ന ചിന്താധാരയ്ക്ക് അടിസ്ഥാനമായിരിക്കുന്നത്. മറ്റ് ഉള്ള എല്ലാ എക്സ്റ്റേണൽ എവിഡൻസസും ഇതിനെ ആധാരമാക്കി ഉള്ളതാണ്. ഐറേനിയസ് പറഞ്ഞതിനെ ആധാരമാക്കി ഉള്ളതാണ്. ഐറേനിയസിൻ്റെ പ്രസ്താവനയുടെ തർജ്ജമ തെറ്റാണെന്ന് തെളിഞ്ഞാൽ ആ ചിന്താധാര മുഴുവനും തെറ്റാണെന്ന് ഓട്ടോമാറ്റിക്കലി വരും. അതുകൊണ്ട് ഐറേനിയൂസിനെ തർജ്ജമ ചെയ്തിരിക്കുന്നത് വിശ്വാസയോഗ്യമോ എന്നാണ് ഇനി പരിശോധിക്കാൻ പോകുന്നത്. വിശ്വാസയോഗ്യമല്ല. അതിനുള്ള കാരണങ്ങൾ ഇനി വിശദീകരിക്കുന്നതാണ്. കാരണം 1, സഭാപിതാക്കന്മാരുടെ തന്നെ ചരിത്രത്തിൻ്റെ ആദ്യകാലത്ത്, അതായത് ഐറേനിയൂസിനൊക്കെ മുമ്പ് ജീവിച്ചിരുന്ന ഒരു സഭാപിതാവായ പാപ്പിയസ് യോഹന്നാൻ ക്രിസ്ത്വാബ്ദം 70 മുമ്പ് AD 70 മുമ്പ് രക്തസാക്ഷിയായി എന്ന് പ്രസ്താവിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഉള്ള ഒരു പരാമർശം ഞാൻ ഉദ്ധരിക്കുന്നു. ദ ബൈബിൾ നോളജ് കമൻട്രി, റെവലേഷൻ, പേജ് 925. അവിടെയാണ് ഇതേക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. ആ പ്രസ്താവന ഇങ്ങനെയാണ്: ബിക്കോസ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ബൈ പാപ്പിയസ്, an early church father, that John the Apostle was martyred before AD 70. അതിൻ്റെ മലയാളം: യോഹന്നാൻ ക്രിസ്തുവാബ്ദം 70 മുമ്പ് രക്തസാക്ഷിയായി എന്നാണ്
പാപ്പിയസ് എന്ന സഭാപിതാവ് പറഞ്ഞത് എന്ന് അതിൻ്റെ വായനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയെങ്കിൽ വെളിപ്പാട് പുസ്തകം ക്രിസ്തുവാബ്ദം 70 ശേഷം എഴുതുവാനാകില്ലല്ലോ. 70 മരിച്ചയാൾക്ക് 98 എഴുതാൻ പറ്റുമോ, അല്ലെങ്കിൽ 96 എഴുതാൻ പറ്റുമോ? ഇല്ല. ആകയാൽ പാപ്പിയസിൻ്റെയും ഐറേനിയസിൻ്റെ തർജ്ജമയും തമ്മിൽ വൈരുദ്ധ്യമുണ്ട്. ഐറേനിയസ് എഴുതിയത് തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ ഐറേനിയസിനെ തർജ്ജമ ചെയ്തതാണ് തെറ്റായിട്ട് കാണപ്പെടുന്നത്. അതുകൊണ്ട് അത് കണ്ണടച്ച് വിശ്വസിക്കുവാൻ ആകില്ല. രണ്ടാമത്തെ കാരണം, യോഹന്നാൻ ഡൊമീഷ്യന്റെ കാലത്ത് ജീവിച്ചിരുന്നു എന്ന് വേറെ ആരൊക്കെ എത്ര തന്നെ തർപ്പിച്ച് പറഞ്ഞാലും പാപ്പിയസ് പറഞ്ഞതാണ് കൂടുതൽ വിശ്വസനീയം എന്നേ വരികയുള്ളൂ. കാരണം മറ്റുള്ളവർ ജീവിച്ചിരുന്ന കാലഘട്ടവും പാപ്പിയസ് ജീവിച്ചിരുന്ന കാലഘട്ടവും താരതമ്യം ചെയ്താൽ പാപ്പിയസ് ആണ് ദൃക്സാക്ഷി. പാപ്പിയസ് യോഹന്നാനെ നേരിട്ട് കേട്ടവനും യോഹന്നാന്റെ ശിഷ്യനായ പോളികാർപ്പിന്റെ സഹചാരിയും ആയിരുന്നു എന്ന് ഐറേനിയസ് തന്നെ പറഞ്ഞിട്ടുണ്ട്. An ancient man who was a hearer of John and a companion of Polycarp. Irenaeus against heresies, chapter 5, verse 33. ആകയാൽ ഒരു ദൃക്സാക്ഷി ആയിരുന്നതുകൊണ്ട് യോഹന്നാനെ കുറിച്ചുള്ള പാപ്പിയസിന്റെ വാക്കുകൾക്കാണ് കൂടുതൽ വിശ്വസനീയത. മാത്രമല്ല, പാപ്പിയസ് മരിച്ച ശേഷമാണ് ഐറേനിയസ് ജനിക്കുന്നതും. പാപ്പിയസ് യോഹന്നാനെ കേട്ടിട്ടുണ്ട്, ഐറേനിയസോ പാപ്പിയസിനെ പോലും കണ്ടിട്ടില്ല. ഇനി മൂന്നാമത്തെ കാരണം, ഐറേനിയസിന്റെ മേൽ പറഞ്ഞ പ്രസ്താവന എഴുതിയിരിക്കുന്നത് ഗ്രീക്കിലാണ്. അതിനെ തർജ്ജമ ചെയ്തിരിക്കുന്നതിൽ തെറ്റുണ്ട് എന്ന് ഗ്രീക്ക് പണ്ഡിതന്മാർ പറയുന്നു. ഉദാഹരണത്തിന്, വെളിപ്പാട് പുസ്തകം എഴുതിയ സമയം സംബന്ധിച്ച് ഗ്രീക്ക് പണ്ഡിതനായ റോബർട്ട് യങ് തന്റെ വെളിപ്പാട് പുസ്തകം കമന്ററിയിൽ എഴുതിയ വാക്കുകൾ ഐറേനിയസിന്റെ പ്രസ്താവനയെ വിലയിരുത്തുന്ന കാര്യത്തിൽ വളരെ വിലപ്പെട്ടതാണ്. താൻ പറയുന്നു, "It was written in Patmos about AD 68, whither John had been banished by Domitius Nero, as stated in the title of the Syriac version of the book. And with this concurs the express statement of Irenaeus in AD 175, who says it happened in the reign of Domitianu, that is Domitius, within the bracket Nero, Sulpicius, Orosius, etc., stupidly mistaking Domitianu for Domitianicus, supposed Irenaeus to refer to Domitian, AD 95, and most succeeding writers have fallen into the same blunder. The internal testimony is wholly in favor of the early date." റോബർട്ട് യങ് പറഞ്ഞിരിക്കുന്നതിനെ ലളിതമായി മലയാളത്തിൽ ഇപ്രകാരം മനസ്സിലാക്കാം. സിറിയക്ക് ഭാഷയിലെ വെളിപ്പാട് പുസ്തക പരിഭാഷയുടെ ശീർഷകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം വെളിപ്പാട് പുസ്തകം AD 68 പത്മോസ് ദ്വീപിൽ വെച്ച് എഴുതപ്പെട്ടതാകുന്നു. 2, ഇത് ഡൊമീഷ്യാനുവിന്റെ ഭരണകാലത്ത് സംഭവിച്ചു എന്ന ഐറേനിയസിന്റെ സ്പഷ്ടമായ പ്രസ്താവനയോട് ഒക്കുന്നു. ഐറേനിയസ് എഴുതിയത് ഗ്രീക്കിലാണ്, ലത്തീനിലല്ല. ഐറേനിയസ് ഡൊമീഷ്യാനു എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം യങ് ഐറേനിയസ് എഴുതിയതിൽ തെറ്റൊന്നും കാണുന്നില്ലെന്ന്. ഐറേനിയസിന്റെ എഴുത്തിനെ അല്ല യങ് വിമർശിക്കുന്നത്. ഡൊമീഷ്യാനു നീറോ ആകുന്നു, ഡൊമീഷ്യൻ അല്ല എന്നാണ് യങ് പറയുന്നത്. ഐറേനിയസ് എഴുതിയത് ഡൊമീഷ്യാനു എന്നാണെങ്കിലും ഡൊമീഷ്യാനു എന്ന പദത്തെ ഡൊമീഷ്യാനിക്കോസിന് പകരം തെറ്റിദ്ധരിക്കുകയും അത് AD 95 ഡൊമീഷ്യൻ ആകുന്നു എന്ന് തെറ്റിദ്ധരിക്കുകയുമാണ് ഉണ്ടായത്. അതായത് ഐറേനിയസ് എഴുതിയത് ഡൊമീഷ്യാനിക്കോസ് എന്നായിരുന്നുവെങ്കിൽ ഡൊമീഷ്യൻ എന്ന് തർജ്ജമ ചെയ്യാമായിരുന്നു. പക്ഷെ ഐറേനിയസ് എഴുതിയത് ഡൊമീഷ്യാനു എന്നായതുകൊണ്ട് അത് ഡൊമീഷ്യൻ അല്ല. ഡൊമീഷ്യാനു എന്നത് നീറോയുടെ കുടുംബ പേരാണ്. പിൽക്കാലത്തെ എഴുത്തുകാർക്കെല്ലാം ഈ അമളി പറ്റിയ കാര്യം അവരൊക്കെ വെറുതെ കോപ്പി അടിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ ആന്തരികമായ തെളിവുകൾ സർവവും വെളിപ്പാട് പുസ്തകം നേരത്തെ, അതായത് AD 70 മുമ്പ് എഴുതപ്പെട്ടു എന്ന ചിന്തയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നു. ഡൊമീഷ്യാനു നീറോ ആകുന്നു എന്ന് കേട്ടപ്പോൾ അത് സത്യമാണോ എന്ന് അന്വേഷിച്ചറിയണമെന്ന് എനിക്ക് തോന്നി. അന്വേഷിച്ചു, കണ്ടെത്തിയത് എന്താണെന്ന് ഞാൻ പറയാം. നീറോസ് ഫുൾ നെയിം ലൂസിയസ് ഡൊമീഷ്യസ് അഹനോബാർബസ്. ഇത് ലത്തീനിലാണ് കേട്ടോ. ഫ്രം ബർത്ത് ടു AD 50. നീറോ Claudius Caesar Drusus Germanicus from AD 50 to accession. Nero Claudius Caesar Augustus Germanicus as emperor. His father's name was Gnaeus Domitius Ahenobarbus. These things can be found from simple English Wikipedia, the free encyclopedia. എന്നെ മലയാളം ഞാൻ പറയാം. ജനനം മുതൽ AD 50 വരെ തന്റെ പേര് ലൂസിയസ്
ഡൊമീഷ്യസ് അഹനോബാർബസ് എന്നായിരുന്നു. അപ്പോൾ ഡൊമീഷ്യസ് എന്നുള്ള പദം നീറോയുടെ വീട്ടുപേരിൽ ഉള്ളത് ശ്രദ്ധിക്കുക. തൻ്റെ പിതാവിൻ്റെ പേര് ഗ്നേയൂസ് ഡൊമീഷ്യസ് അഹനോബാർബസ് ആയിരുന്നു. അപ്പോൾ തനിക്ക് പേരിട്ടപ്പോൾ ഡൊമീഷ്യസ് അഹനോബാർബസ് എന്നുള്ളത് തൻ്റെ കൂടെ ചേർന്നു. ലൂസിയസ് എന്ന് കഴിഞ്ഞിട്ട് ഡൊമീഷ്യസ് അഹനോബാർബസ്. ആകയാൽ ജനിച്ചപ്പോൾ നീറോയ്ക്ക് ഇട്ട പേര് ലൂസിയസ് എന്നായിരുന്നു. കുടുംബ പേര് ഡൊമീഷ്യസ് അഹനോബാർബസ് എന്നായിരുന്നു. ലത്തീനിൽ ഡൊമീഷ്യസ് എന്നും ഗ്രീക്കിൽ ഡൊമീഷ്യാനു എന്നുമാണ്. ഇനി AD 50 മുതൽ ഉള്ള തൻ്റെ പേരിൽ വ്യത്യാസം വരുന്നുണ്ട്. നീറോ, ക്ലൗദിയൂസ്, കൈസർ, ദ്രുസൂസ്, ജർമാനിക്കസ് എന്നായിരുന്നു അത്. തൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരം തന്നെ ദത്തെടുത്ത തൻ്റെ അമ്മാവനായ ക്ലൗദിയൂസ് ചക്രവർത്തിയാണ് തനിക്ക് ഈ പേരിട്ടത്. ആഫ്റ്റർ ദ മർഡർ ഓഫ് കലിഗുള ഇൻ ജാനുവരി AD 41 and the ascension of Emperor Claudius shortly afterward, mother and son were reunited. His ambitious mother would go on to marry Claudius, who was also her uncle, in AD 49, and she saw to it that he adopted her son, giving him a new name that started with Nero. Excerpts from Nero, Facts and Biography എന്ന പുസ്തകത്തിൽ നിന്നുള്ള കൊട്ടേഷനാണ് നമ്മൾ വായിച്ചത്. ഇനി സിംഹാസന ആരോഹണം മുതൽ തൻ്റെ പേര് നീറോ, ക്ലൗദിയൂസ്, കൈസർ, അഗസ്റ്റൂസ്, ജർമാനിക്കൂസ് എന്നാക്കി മാറ്റി. ഡൊമീഷ്യൻ ചക്രവർത്തിക്കും ഇത്തരത്തിലുള്ള പേരുമാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യം ടൈറ്റസ് ഫ്ലാവിയസ് ഡൊമീഷ്യാനസ് എന്നായിരുന്നു. അപ്പോൾ തൻ്റെ പേരെന്തായിരുന്നു? ടൈറ്റസ്. കുടുംബ പേരെന്തായിരുന്നു? ഫ്ലാവിയസ് ഡൊമീഷ്യാനസ്. ഫ്രം ബർത്ത് ടു 69 AD 69 it was like that. Titus Flavius Caesar Domitianus from 69 to accession. Titus Flavius Caesar Domitianus Augustus as emperor. Imperator Caesar Domitianus Augustus Germanicus, imperial name. ഇനി അതിൻ്റെ മലയാളം ഞാൻ പറയാം. ജനനം മുതൽ AD 69 വരെ ഡൊമീഷ്യന്റെ പേര് ടൈറ്റസ് ഫ്ലാവിയസ് ഡൊമീഷ്യാനസ് എന്നായിരുന്നു. AD 69 മുതൽ സിംഹാസന ആരോഹണം വരെ തന്റെ പേര് ടൈറ്റസ് ഫ്ലാവിയസ് കൈസർ ഡൊമീഷ്യാനസ് എന്നായിരുന്നു. പേര് മാറി. സിംഹാസന ആരോഹണം മുതൽ തന്റെ പേര് ടൈറ്റസ് ഫ്ലാവിയസ് കൈസർ ഡൊമീഷ്യാനസ് ഓഗസ്റ്റൂസ് എന്നാക്കി മാറ്റി. തന്റെ സാമ്രാജ്യപരമായ നാമം ഇംപറേറ്റർ കൈസർ ഡൊമീഷ്യാനസ് അഗസ്തുസ് ജർമാനിക്കൂസ് എന്നായിരുന്നു. ഡൊമീഷ്യാനസ് എന്ന ലത്തീൻ നാമത്തിന് തത്തുല്യമാണ് ഡൊമീഷ്യൻ എന്ന ആംഗലേയ നാമം. ഇതിന്റെ ഗ്രീക്ക് രൂപം ഡൊമീഷ്യാനിക്കോസ് എന്നാണ് ആയിരിക്കുക. എന്നാൽ ഐറേനിയസ് ഡൊമീഷ്യാനു എന്നാണ് എഴുതിയിരിക്കുന്നത്. ആകയാൽ ഐറേനിയസ് ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നീട് നീറോ എന്നറിയപ്പെട്ട ഡൊമീഷ്യസിനെയാണെന്ന് റോബർട്ട് യങ് പറയുന്നു. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു ഗ്രീക്ക് പണ്ഡിതനായിരുന്നു. ബൈബിൾ ട്രാൻസ്ലേഷൻ അദ്ദേഹത്തിന്റെ വകയായിട്ടുണ്ട്. ഇതൊക്കെ സത്യമായിരിക്കെ താൻ ഇത്ര ആധികാരികമായ പറഞ്ഞ കാര്യത്തിൽ കഴമ്പില്ലാതിരിക്കുമോ? തീർച്ചയായിട്ടും ഉണ്ട്. ആകയാൽ സിറിയക്ക് ഭാഷയിലെ വെളിപ്പാട് പുസ്തക പരിഭാഷയുടെ ശീർഷകത്തിൽ വെളിപ്പാട് പുസ്തകം AD 68 പത്മോസ് ദ്വീപിൽ വെച്ച് എഴുതപ്പെട്ടതാകുന്നു എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് ഞാൻ തിരഞ്ഞു. സിറിയക്ക് ഭാഷയിലെ വെളിപ്പാട് പുസ്തക പരിഭാഷയുടെ ഇംഗ്ലീഷ് പരിഭാഷ എനിക്ക് കിട്ടി. അങ്ങനെ നേരിട്ട് എഴുതിയിരിക്കുന്നതായി കണ്ടില്ലെങ്കിലും ഇപ്രകാരം കണ്ടു. The revelation which was made unto Johanan the evangelist from Aloha in Patamon the island, whither he had been cast by Nero Caesar. ഇതിന്റെ മലയാളം തർജ്ജമ ഇപ്രകാരമാണ്: സുവിശേഷകനായ യോഹന്നാന് പത്മോസ് ദ്വീപിൽ വെച്ച് ദൈവത്തിൽ നിന്നുണ്ടായ വെളിപ്പാട്. അവിടേക്ക് നീറോ കൈസർ തന്നെ നാട് കടത്തി. വെളിപ്പാട് പുസ്തകം AD 70 ദൈവാലയ നാശത്തിന് ശേഷം AD 95-96 ഉണ്ടായി എന്നതിന് ഏക ന്യായമായിട്ടുള്ളത് ഐറേനിയസിന്റെ വാക്കുകളുടെ തർജ്ജമയാണ്. ഐറേനിയസ് ഗ്രീക്ക് ഭാഷയിൽ എഴുതിയ ഡൊമീഷ്യാനു എന്ന പേരിനെ മനസ്സിലാക്കിയതിൽ വന്നുപോയ തെറ്റാണ് ഈ ചിന്താധാരയ്ക്ക് ആധാരം. ഈ തെറ്റ് തുടർന്നു വന്ന മിക്കവാറും എല്ലാവരും അന്ധമായി പിന്തുടർന്നു. ആകയാൽ വെളിപ്പാട് പുസ്തകം AD 70 ദൈവാലയ നാശത്തിന് ശേഷം AD 95-96 ഉണ്ടായി എന്ന ചിന്താധാര കേവലം തെറ്റിദ്ധാരണയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. എന്നാൽ വെളിപ്പാട് പുസ്തകം AD 70 മുമ്പ് എഴുതപ്പെട്ടു എന്നതിന് ബാഹ്യമായ 2 തെളിവുകളുണ്ട്. ആസ് എക്സ്റ്റേണൽ എവിഡൻസ്. ഒന്ന്, പാപ്പിയസ് പറഞ്ഞ പ്രസ്താവന.
അതുകൂടാതെ സിറിയക്ക് ഭാഷയിൽ വെളിപ്പാട് പുസ്തക പരിഭാഷയുടെ ശീർഷകവും അങ്ങനെയാണ് പറയുന്നത്. നീറോയുടെ കാലത്താണ് എഴുതപ്പെട്ടതെന്നാണ്. ആകയാൽ ദൈവനിശ്വാസീയവും തികച്ചും വിശ്വസനീയവുമായ ആന്തരികവുമായ തെളിവുകളിലേക്ക് ഞാൻ നോക്കി. ദ ഇന്റേണൽ ടെസ്റ്റിമണി ഈസ് ഹോളി ഇൻ ഫേവർ ഓഫ് ദി ഏർലി ഡേറ്റ് എന്ന റോബർട്ട് യങ്ങിന്റെ വാക്കുകൾ ശരിയാണെന്ന് ഞാൻ പരിശോധിച്ച് മനസ്സിലാക്കി. ആകയാൽ അതായിരിക്കും അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ പോകുന്നത്. വെളിപ്പാട് പുസ്തകം കൃത്യമായി മനസ്സിലാക്കുവാൻ അത് AD 70 മുമ്പ് എഴുതിയതാണ് എന്നുള്ള ധാരണയോടെ വായിച്ചാലേ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ ദൈവസാന്നിധ്യം നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.